ഫലസ്തീനിലെ മുഅ്മിനീങ്ങൾ പ്രയാസം വരുമ്പോ നമുക്ക് ദിവസവും ദുആ ചെയ്യുമ്പോ, ലോകത്തുള്ള മുഅ്മിനീങ്ങൾ ദുആ ചെയ്യുമ്പോ നമുക്ക് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തിട്ടും എന്തുകൊണ്ട് യുദ്ധം അവസാനിക്കുന്നില്ലെന്ന് ചിന്തയുള്ളവരുണ്ടാകാം. അങ്ങനെ ഉണ്ടാകുന്നത് വലിയ പോയത്തമാണ്. അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് കാണാം. യൂശികുൽ ഉമമു അൻ തദാ അലൈക്കും കമാ തദാ അൽകലതു ഇലാ ഖസതിയാ. പ്ലേറ്റിലേക്ക് കൈകൾ നീളും പോലെ, ഭക്ഷണമുള്ള സുപ്രയിലേക്ക് കൈകൾ നീളും പോലെ എൻ്റെ ഉമ്മത്തിന് കൊത്തിവലിക്കുന്നൊരു നാള് വരാനുണ്ട്, ഒരു കാലം വരാനുണ്ട്, ഒരു കാലഘട്ടം വരാനുണ്ട്. എല്ലാ ഭാഗത്തു നിന്നും അക്രമങ്ങൾ വരും. നാം ഒറ്റപ്പെടും. ലോകത്ത് എത്ര രാജ്യങ്ങളുണ്ട് സഹായിക്കാൻ. ഒരാളുടെയും സഹായമെത്താതെ പ്രയാസപ്പെടുത്തും ഫലസ്തീനിലെ മുഅ്മിനീങ്ങൾ, ഫലസ്തീനിലെ മനുഷ്യന്മാര്. അവിടെ മുസ്ലിമീങ്ങൾ മാത്രമല്ലല്ലോ, ക്രിസ്ത്യാനികളുണ്ടല്ലോ, മറ്റുള്ള മതക്കാരുണ്ടല്ലോ. എല്ലാവരും വളരെ പ്രയാസത്തിലാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഇത് പറഞ്ഞപ്പോ അവിടെ വെച്ച് സഹാബത്ത് ചോദിക്കുന്ന അത്ഭുതത്തോടെ, വമിൻ ഖില്ലത്തിൻ നഹ്നു യൗമഇദിൻ, അന്ന് നമ്മൾ അംഗബലം കുറവാവുമോ? ആളെണ്ണം കുറവായത് കൊണ്ടാണോ മറ്റുള്ളവരെല്ലാം നമ്മ കൊത്തിവലിക്കുന്നത്, നമ്മ ആക്രമിക്കുന്നത്, പ്രതിരോധിക്കാൻ കഴിയാത്തത്? ഇത് സ്വഹാബത്ത് അത്ഭുതത്തോട് ചോദിച്ചു. അവർക്ക് ചോദിക്കാം, കാരണം എണ്ണം കുറവായിട്ടും ബദരീങ്ങളിൽ ബദറിൽ നിന്ന് സഹായം ലഭിച്ചവരാണ് അവർ. അവര് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ബൽ അൻതും യൗമഇദിൻ കസീർ, നിങ്ങൾ എണ്ണത്തിൽ വളരെ വലിയ വലുതാണ്, ധാരാളം അംഗബലമുള്ളവരാണ്, പേര് മുഅ്മിനീങ്ങളാണ്, മുസ്ലിമീങ്ങളുടെ പേരിൽ ജീവിക്കുന്നവർ ധാരാളമുണ്ടാകും. പക്ഷേ വലകിന്നകും ഉസാഉൻ കഉസാഇസ് സൈൽ, നിങ്ങൾ ഒലിപ്പ് വെള്ളത്തിൽ ഒലിച്ചു പോകുന്ന കച്ചറകളെ പോലെയാണ്. അവിടുന്ന് വിശദീകരിക്കുന്നുണ്ട്, നിങ്ങളോടുള്ള പേടിയും ബഹുമാനവും മറ്റുള്ളവരുടെ മനസ്സുകളിൽ നിന്ന് എടുത്തു കളയുകയും ഈ സമയത്ത് അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങളുടെ മനസ്സുകളിൽ അല്ലാഹു വഹ്ന് കൊണ്ട് നിറക്കും, മറ്റുള്ളവരുടെ മനസ്സുകളിൽ നിന്ന് മഹാബത്ത് ഒഴിവാക്കും. ആ സമയത്ത് മുത്തുനബി പറഞ്ഞു, വഹ്ന് എന്ന് പറഞ്ഞാൽ നാം ഒക്കെ ഇപ്പം അനുഭവിക്കുന്ന പ്രയാസമാണ്. ഹുബ്ബുദ്ദുന്യാ, ദുന്യാവിനോടുള്ള പ്രേമമാണ്, ദുന്യാവിനോടുള്ള സ്നേഹമാണ്. വകറാഹിയത്തുൽ മൗത്ത്, മരണത്തെ വെറുത്ത് ജീവിക്കലാണ്. മരിക്കുമെന്ന ബോധം